ഫ്രണ്ട്സ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് നമ്മളിത് ചെയ്യാൻ പോണത്. കണ്ടില്ലേ, വെറും ഒരു സ്ക്വയർ ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ്സാണ്. കറക്റ്റ് പറഞ്ഞാൽ ഷീറ്റൊന്നുമില്ല, ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഇത് വേസ്റ്റായിട്ട് കിടന്നതിൽ എന്ത് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് ആക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസാണ്. ഒന്ന് നമ്മൾ ആവി കൊള്ളുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ ആ ഒരു ട്യൂബും ഇതെന്ന് പറഞ്ഞ സാമ്പ്രാണി തിരിയുടെ 2 അത് നമുക്ക് അതിൽ തന്നെ കിട്ടുന്നതാണ്. ആ ഒരു സാമ്പ്രാണി കത്തിക്കുന്നതിലാണ് 2 റൗണ്ട് എന്താ പറയുന്നത്, ഒരു നാണയത്തിൻ്റെ കണക്ക് അത്രയേ ഉള്ളൂ, ഒരു സ്റ്റീലാണത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ആവി കൊള്ളുന്നതിൻ്റെ ട്യൂബ് ഒരേപോലെ 2 എണ്ണം കട്ട് ചെയ്ത് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്, ഒരു ഡിസൈൻ ചെയ്തൊരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ആ ഒരു കണ്ടില്ലേ ട്യൂബ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തൂടെ ഗോൾഡൻ വയർ വെച്ച്, ആ ഗോൾഡൻ വയർ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ്ലി അത് വളയ്ക്കും തോറും 2 ഗോൾഡൻ വയർ ചേർത്ത് വെച്ച്, 3 വേണമെങ്കിൽ ചേർക്കാം, ചേർത്ത് പിരിച്ചാണ് അതിൻ്റെ അകത്തൂടെ കയറ്റി ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത്. കണ്ടില്ലേ മനോഹരമായിട്ട്. അത് തന്നെ B7000 എന്ന ഗം കൊണ്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. കുറച്ച് സമയം ഒന്ന് വേണ്ടി വന്നതൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു ട്യൂബ് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് വേണമെങ്കിൽ പിന്നെ ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. അതെൻ്റെ കയ്യിൽ ഇപ്പോഴില്ലായിരുന്നു. അപ്പം ഇത് നമുക്ക് സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവേണം. ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഗ്ലാസ് ഒട്ടിച്ചെടുക്കാനായിട്ട് അതും B7000 എന്ന ഗമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അതിന് ചുറ്റും B7000 എന്ന ഗമ്മ് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഇതുപോലത്തെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം വലിയൊരു ഗ്ലാസ് വാങ്ങിച്ച് കട്ടർ കിട്ടും, കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ കണ്ടില്ലേ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് വെച്ചപ്പോഴത്തേക്ക് വളരെ ഭംഗി. ചെറിയ ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ്, നമ്മുടെ ക്യാൻഡിൽ സ്റ്റാൻഡാണ്. നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ബർത്ത്ഡേ ഡേയിൽ നമുക്കതിൽ ക്യാൻഡിൽ കത്തിച്ച് വെക്കാനായിട്ട് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസുകൾ നമുക്ക് സ്വയം ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നിരവധി സാധനങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കവർ തൊട്ട് തന്നെ എല്ലാ ഐറ്റംസുകളും നമുക്ക് ഒരു ബോക്സിലോ എല്ലാം ഇട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റം. 2 ക്യാൻഡിലുണ്ട്, ഒരു ചെറിയ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിന് വെക്കാനുള്ള 4 കാല്, അത് നമ്മൾ ആ ട്യൂബിൽ നിന്ന് കട്ട് ചെയ്തതാണ്. കണ്ടില്ലേ 4, അത് അതിൽ തന്നെ ആ ഒരു യോജിക്കുന്ന ഭാഗത്താണ് 2 ബ്ലൂവും 2 പിങ്ക് കളർ നമുക്ക് കിട്ടിയത്. 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാമ്പ്രാണി തിരിയുടെ കൂടി നമുക്ക് കിട്ടുന്ന ചെറിയ പ്ലേറ്റ്സുകൾ. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ക്യാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണത്. അതും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒന്നുപോലും കളയാറില്ല, എല്ലാം എടുത്തൊരു ബോക്സിലോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡും ആ ഒരു ഡിസൈനും നമുക്കെല്ലാം റെഡിയാക്കി കഴിഞ്ഞെന്നുള്ളതാണ്. ഇനി അത് നമുക്ക് ആ ഒരു സ്റ്റാൻഡിൻ്റെ അത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് B7000 എന്ന ഗം കൊണ്ട് നമ്മൾ ഫ്രണ്ടിലത്തെ 2 ലെഗും അതുപോലെ സ്റ്റാൻഡിൻ്റെ ബാക്കിലത്തെ 2 ലെഗും നമ്മൾ ഈ ഒരു ഗം കൊണ്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരെണ്ണം നമുക്ക് ചെയ്ത് നമ്മൾ വെറുതെ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അലങ്കരിക്കത്തക്ക വിധത്തിലുള്ളതും ചെയ്യാം, യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാം. ഒരുപാട് നമ്മൾ ഒന്നും പാഴാക്കി കളയേണ്ട കാര്യമില്ല. അതെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഒട്ടിക്കാനായിട്ട് നമുക്ക് 2 ചെറിയ കുഞ്ഞു പ്ലേറ്റും ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഡിസൈനാണ്. അതിൻ്റെ അകത്തൂടെ ഒരു ഗോൾഡൻ വയറിൻ്റെ ഒരു ഗോൾഡൻ തിളക്കമില്ല, ആ ഒരു ഗോൾഡൻ വയറാണ് ചെയ്തിരിക്കുന്ന 2 ഡിസൈൻ. ഇനിയിപ്പോൾ ഇത് ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ഒരു കർവ് ചെയ്തൊരു വളച്ചാണ് ഞാനത് വെച്ചിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ആ ഒരു ഡിസൈൻ. എൻ്റെ സ്റ്റാൻഡ് ക്രിയേറ്റ് ആയി കഴിഞ്ഞത് സൂപ്പറല്ലേ. ഇതുപോലെ വലിയൊരു ഗ്ലാസ് ഫ്രെയിം ചെയ്യാൻ ഇത് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ഗ്ലാസ് കട്ടിങ് നോക്കട്ടെ ഇനിയിപ്പം അങ്ങനെ ചെയ്യാനായിട്ട്. വലിയ ഐറ്റംസുകൾ ചെയ്യാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും
ചെയ്യണമെന്നുണ്ട്. ഇത് കുറച്ച് സമയം നമ്മൾ ആ ഒരു B7000 അല്ലെങ്കിൽ നമുക്ക് ഫെവിക്വിക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്കായി വരും. പക്ഷെ അതെൻ്റെ കയ്യിൽ തീർന്നുപോയി, അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ B7000 തന്നെയാണ്, സൂപ്പർ ഗം തന്നെയാണ്. പ്ലാസ്റ്റിക് ട്യൂബ് ആയതുകൊണ്ട് അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിയിരിപ്പുണ്ട്. അപ്പം നമുക്കിത് ആ കുഞ്ഞ് സ്റ്റാൻഡ് റെഡിയായി കഴിഞ്ഞാൽ വളരെ മനോഹരമല്ലേ? ആ ഒരു ഡിസൈൻ കണ്ടില്ലേ? വളരെ മനോഹരമായിട്ട് തന്നെ തോന്നുന്നു. ഇതുപോലത്തെ വലിയ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ അതും വളരെ ഭംഗിയായിരുന്നേനെ. കണ്ടില്ലേ? ഒരുപാട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉൾക്കൊള്ളാൻ തോന്നിയത്. ഇനി ആ ഒരു സീക്വൻസ് നമ്മൾ അതിൽ ഒട്ടിച്ച് കഴിഞ്ഞ്, അതെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻഡിൽ വെക്കുന്ന ചെറിയ കുഞ്ഞ് സാമ്പ്രാണിത്തിരിയോടുള്ള ചെറിയ പ്ലേറ്റുകളാണ്. അപ്പം അത് ഇനി ഇത് ഒരു സ്റ്റാൻഡിൽ 2 സൈഡിലായിട്ട് അത് ഒട്ടിച്ചെടുക്കാനാണ്. കണ്ടില്ലേ? അത് ഒട്ടിച്ച് 2 സൈഡിലുമായിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കും. അതിൽ സീക്വൻസുകളാണ്, ഗോൾഡൻ സീക്വൻസ്. അത് പ്രത്യേക ഭംഗിയുള്ളൊരു സീക്വൻസാണത്. അത് കണ്ടില്ലേ? 2 സൈഡിലായിട്ട് നമ്മളത് B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ സീക്വൻസിൻ്റെ ആ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് 2 സൈഡിലുമായിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ 2 ക്യാൻഡിൽ വയ്ക്കാൻ ആയിട്ടാണ്. അപ്പം വേറെ വലിയ സ്ക്വയർ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുതാക്കി എടുക്കാം. അതിന് താഴോട്ട് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്യാപ്പോ അടപ്പോ ഏതെങ്കിലും വെച്ച് നമുക്ക് സ്റ്റാൻഡായിട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ക്യാൻഡിൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ 2 സൈഡും ഡിസൈനും ഒക്കെ ഒട്ടിച്ച് ആ ഒരു സ്റ്റാൻഡും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ്, കണ്ടില്ലേ? ആ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഏറ്റവും അടിയിലും കൂടി ഒട്ടിച്ചതുകൊണ്ട് നല്ലൊരു മിനുസ് ഉണ്ട്, നല്ല ഭംഗിയില്ലേ? ഫുള്ളി ഒരു ഗോൾഡൻ, ആ ഒരു വയറിൻ്റെ ഡിസൈനിൽ കൂടിയും ആ ഒരു ഗോൾഡൻ കളറിൻ്റെ എഫക്റ്റ് പോകണില്ല. അത് ഗോൾഡൻ വയർ അതിൻ്റെ അകത്തൂടെ വെച്ചതിൻ്റെ ഒരു ഭംഗിയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതിലിനി 2 ക്യാൻഡിലും കൂടി അത് ഇതിലെടുത്ത് വെക്കുകയാണ്. അത് അതിൽ കത്തിച്ചിട്ട് വയ്ക്കാം, അല്ലാതെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഇത് കണ്ടില്ലേ? ഇതൊരു ഇയറിംഗ് ആയിരുന്നു. അതൊരു ലവ് ചിഹ്നത്തിൻ്റെ സെൻറ്ററിൽ അത് ഒട്ടിക്കാനും പറ്റി. അതും ഒരു വേസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്, അത് ഒടിഞ്ഞു പോയതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്യാൻഡിൽ കത്തിച്ച് കഴിഞ്ഞ് 2 സൈഡിൽ സൂപ്പറായിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ലൈറ്റ് ഇടാതെ കത്തിച്ച് വെച്ചപ്പോഴാണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കണ്ടില്ല, വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോൾ കുഞ്ഞൊരു സ്റ്റാൻഡ് റെഡിയായി കഴിഞ്ഞ്, ക്യാൻഡിൽ സ്റ്റാൻഡ് വളരെ മനോഹരമല്ലേ? എന്താ പറയുന്നത്, വളരെ സന്തോഷം തോന്നി എനിക്ക്. നല്ല ഭംഗിയുണ്ട്. രാത്രി കാലങ്ങളിൽ നമുക്കിത് കത്തിച്ച് വെക്കാനും കറണ്ട് പോകുന്ന സമയങ്ങളിൽ കത്തിച്ച് വെക്കാനും നല്ലൊരു സ്റ്റാൻഡായി കഴിഞ്ഞ്, കുഞ്ഞ് സ്റ്റാൻഡായി കഴിഞ്ഞ്, അത് നമ്മളാൽ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമ്മളിലുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആദ്യമേ ഈ ഗ്ലാസ് കൊണ്ട് എന്ത് ചെയ്യാം, ഓരോ പ്രാവശ്യവും നമ്മളത് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്തത് എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ആലോചിച്ച് വെച്ചേക്കും. അപ്പോൾ ഇത് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഒരു ഗ്ലാസ്സിൽ തിടങ്ങി ഇത്രയും മനോഹരമാക്കി എടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.